ഇപ്പോൾ ജിന്ന ഹലറത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ, കണ്ടില്ലേ കരീമാജി? കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടും ചെയ്തതിന് കണ്ടും ചെയ്തതിന് ജിന്നൻ്റെ ഹലറത്തുണ്ട് കാരണം മനുഷ്യന്മാരെ. ഞാനൊരിക്കലും സ്ഥലത്ത് സിയാറത്തിന് പോയപ്പോഴേ, ഒരു തെക്കനാണ്, എറണാകുളത്ത് ആലുവയിലുള്ള ആളാണ്. ഇത് വ്യാജനൊന്നുമല്ല, അയാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. വളരെ മുമ്പാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ അയാളെ സിയാറത്തിന് വന്നതിൻ്റെ ഉദ്ദേശം ഇന്നാണ്. ഞങ്ങൾ രണ്ടാളും മക്കാമുകളിൽ നിന്ന് യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടതാണ്. അപ്പം എൻ്റെ ഒപ്പാണ് കൂടി, ഇനി നമുക്ക് ഇന്ന മക്കാമ് പോവുക, ഇന്ന മക്കാമ് പോകുക പറഞ്ഞാണ്ട് അങ്ങനെ പൊന്നാനി പുത്തമ്പള്ളി അങ്ങനെയാണ് പോയിട്ട്, പൊന്നാനി വെളിയങ്കോട് പുത്തമ്പള്ളിയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയി. കക്കടിപ്പുറം അതിൻ്റെ ഇടയിൽ സംസുലന്മൻ്റെ ഷെയ്ഖുണ്ട്, സിറ അയിലക്കാട് എനിക്ക് ഓരോ പേര് കിട്ടുന്നില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അയാളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അയാളിനോട് പറഞ്ഞത് എനിക്ക് സിയാറത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, എനിക്ക് ജിന്നിൻ്റെ അലറത്തുണ്ട്, അല്ല ഞാൻ ഭയങ്കര പെരുക്കുണ്ട്, അതുകൊണ്ട് ഭയങ്കര നഷ്ടമുണ്ട് ഞങ്ങൾക്ക് എന്നാണ്, ഭയങ്കര ചിലവുണ്ട്, ജിന്നിനെ കൊണ്ടുനടക്കണോണ്ടേ എന്നൊക്കെ അയാൾ പറഞ്ഞത്. അങ്ങനെ വേറെയും പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ജിന്നിൻ്റെ ഹലറത്തുള്ള ആളുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അയാൾക്ക് വേറെ വ്യാജ പരിപാടി. അയാളൊരു ഉദ്യോഗസ്ഥനാണ്, നാടനാണ്, ഫാനും ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇൻസൈഡൊക്കെ ആക്കി നല്ല ഉദ്യോഗസ്ഥനായിട്ടാണ് അയാൾ അതുകൊണ്ട് മുതലാക്കുന്നൊന്നുമില്ല, ചൂഷണങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഈ ജിന്നുകൾ എന്ന് പറഞ്ഞ സംഗതി ആരങ്ങക്കരോ ഇബിലീസിൻ്റെ മക്കളാണ്. വിശ്വസിച്ചു. റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടായ സംഭവമാണ്. പോലും ഇങ്ങനെ ആകാശത്തൊക്കെ ഭയന്മാർക്കൊന്നുമില്ല. റസൂലുള്ള വന്നതിന് ശേഷം അവിടെ അടുക്കാൻ കഴിയണില്ല. അങ്ങനെ പോലും ഇങ്ങനെ നടക്കണം, എന്താ സംഭവിച്ചു നോക്കാം. അപ്പോഴാണ് ആരെ കണ്ടത്? റസൂലുള്ള അങ്ങനെ ഇമാം എന്ന് സുബൈസ്കരിച്ചതും ഖുർആൻ ഓതുന്നതും കണ്ടു. അതിലോലും അങ്ങോട്ട് വന്നിട്ട് വിശ്വസിച്ചു. അവിടെയാണ് ആ പള്ളി ഉണ്ടാക്കിയത്, മസ്ജിദുൽ ജിന്ന് മക്കത്ത്. ഒക്കെ പോയാൽ പ്രത്യേകം സുന്നത്താണ്.